പ്രിയമുള്ളവരെ, നേത്രദാനം മഹാദാനം എന്ന് നമ്മൾ കേട്ടുവരുന്നുണ്ട്. നേത്രദാനം മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ദാനം ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ മരണശേഷം നമ്മുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവയവങ്ങൾ കൊണ്ട് നമുക്കോ നമ്മുടെ കുടുംബത്തിനോ പ്രത്യേകിച്ച് യാതൊരു ഉപയോഗവും ഇല്ല. എന്നാൽ പാതി ജീവിക്കുന്ന ഒട്ടേറെ ജന്മങ്ങൾ ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരുടെ ആ പാതി ജന്മത്തെ മുഴുവനാക്കാൻ നമ്മുടെ മിടിക്കുന്ന ഹൃദയത്തിനോ ചലിക്കുന്ന കണ്ണുകൾക്കോ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയാണെന്നുള്ള ചിന്ത ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകട്ടെ. അത് പങ്കുവയ്ക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ. താങ്ക് യു. Hi all. Today is August 13th, is World Organ Donation Day. An organ can be donated by a living person or a deceased person or the person who has passed away. And it's better to understand, at least if one donor can donate or save the lives of 8 people, we can donate several parts of our body: kidney, heart, liver, pancreas, skin, cornea, and etc. etc. Yes, so save the lives of 8 people by registering in the state donors registry. And I support organ donation every day, every time, anywhere, any place. All the best. ഓർഗൻ ഡൊണേഷൻ വളരെ മഹത്തരമായ ഒരു ഐഡിയ. തീർച്ചയായിട്ടും നമ്മുടെ മരണശേഷവും നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ഒരാൾക്ക് ജീവിതം കൊടുക്കാമെങ്കിൽ അതേ കൂടുതൽ ഉദാത്തമായ വേറൊരു ഐഡിയ എന്താണുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഓർഗൻ ഡൊണേഷനെ സപ്പോർട്ട് ചെയ്യുന്നു. ഐ സപ്പോർട്ട് ഓർഗൻ ഡൊണേഷൻ. ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായിട്ട് ആചരിച്ചു വരികയാണല്ലോ. ഈ ദിവസം, ഈ മാറുന്ന കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഈ അവയവദാനം. ജീവിച്ചിരിക്കുന്ന വ്യക്തികളോ മരണപ്പെട്ട വ്യക്തികളോ അവരുടെ അവയവം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് സഹായമായ രീതിയിൽ കൈമാറുന്നത് എന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഐ സപ്പോർട്ട് ദ വേൾഡ്. അവയവദാനത്തിന് പ്രായഭേദമില്ല. എന്നാൽ ഇത് കർശനമായ മെഡിക്കൽ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. സ്വാഭാവിക മരണം നടക്കുന്ന സാഹചര്യത്തിൽ അസ്ഥി, തോൽ, ഹൃദയക്കുഴലുകൾ മുതലായവയാണ് ദാനം ചെയ്യുന്നത്. എന്നാൽ മസ്തിഷ്ക മരണം നടക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഹൃദയം, വൃക്ക മുതലായ പ്രധാന അവയവങ്ങൾ ദാനം ചെയ്യുക. 18 വയസ്സിന് താഴെയുള്ള ഒരാളാണ് അവയവദാനം ചെയ്യുന്നതിനായി ആഗ്രഹിക്കുന്നത് എങ്കിൽ മാതാപിതാക്കളുടെയോ രക്ഷിതാവിൻ്റെയോ സമ്മതപത്രം ആവശ്യമാണ്. അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയിക്കുന്നതിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിച്ചു വരുന്നു. അവയവദാനം മഹാദാനം. Be the reason for someone's smile. ഓരോ ദിവസവും ആയിരക്കണക്കിന് രോഗികളാണ് അവയവ മാറ്റത്തിനായി കാത്തിരിക്കുന്നത്. ഞാനും അതിൽ പങ്കാളിയാവാൻ ആഗ്രഹിക്കുന്നു. ഐ സപ്പോർട്ട് ഓർഗൻ ഡൊണേഷൻ. അവയവദാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണശേഷവും നമ്മുടെ ശരീരത്തിലെ ജീവനുള്ള അവയവങ്ങൾ, അതായത് വൃക്കകൾ, കണ്ണുകൾ, ശ്വാസകോശം ആവശ്യമുള്ള രോഗികൾക്ക് നൽകുന്നതാണ്. ഐ സപ്പോർട്ട് ഓർഗൻ ഡൊണേഷൻ. അവയവദാനം വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. അവരും ജീവിക്കട്ടെ നമ്മളിലൂടെ. ഐ സപ്പോർട്ട് ഓർഗൻ ഡൊണേഷൻ. Organ donation is an act of love, hope and compassion. Through organ donation, one can save the life of 8 other people. So, be an organ donor and I support organ donation. Let's share our life with others.